ഹായ് മക്കളെ, എൻ്റെ പേര് ഹാരിസ്. വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. നമ്മൾ ഇന്ന് റിവിഷൻ റീനീറ്റ് സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിനെ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിലെ എൻറ്റയർ ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് പാർട്ട് വണ്ണിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ബേസിക് സാധനത്തിൽ നിന്ന് വരുന്നതാണ്. അതായത് അയണിക് കോമ്പൗണ്ട്, കോവാലന്റ് കോമ്പൗണ്ട് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അയണിക് കോമ്പൗണ്ടുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വിച്ച് വൺ ഈസ് ദ ലീസ്റ്റ് അയണിക് ഇൻ ദ ഫോളോയിങ്? ഏറ്റവും അയണിക് ക്യാരക്ടർ കുറവുള്ളത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏറ്റവും നല്ലൊരു അയണിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മെറ്റൽ എന്തായിരിക്കണം? നന്നായിട്ട് ഇലക്ട്രോണെ ലോസ് ചെയ്യുന്ന ആളായിരിക്കണം. നോൺ മെറ്റൽ എന്ന് പറയുന്നത് നന്നായിട്ട് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന ആളായിരിക്കും. ഓക്കെ, അപ്പൊ മെറ്റലിന്റെ സൈസ് വളരെ കൂടുതലായിരിക്കണം. സൈസ് ഓഫ് കാറ്റയോൺ അല്ലെങ്കിൽ സൈസ് ഓഫ് മെറ്റൽ വളരെ കൂടുതലായിരിക്കണം. സൈസ് ഓഫ് നോൺ മെറ്റൽ വളരെ കുറവായിരിക്കണം. മെറ്റലിന്റെ സൈസ് വളരെ കൂടുമ്പോൾ മെറ്റലിന്റെ അയണൈസേഷൻ എനർജി വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഇലക്ട്രോണെ ലോസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ആ മെറ്റലിൽ ഉണ്ടാവും. അതേസമയം സൈസ് ഓഫ് നോൺ മെറ്റലായിട്ട് ആക്ട് ചെയ്യുന്ന ആനിയോണായിട്ട് ആക്ട് ചെയ്യുന്ന ആളുടെ സൈസ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ പെട്ടെന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മോസ്റ്റ് അയണിക് ആയിട്ടുള്ള കോമ്പൗണ്ട് പ്രിഫർ ചെയ്യാൻ പോകുന്നത്. ലീസ്റ്റ് അയണിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേരെ റിവേഴ്സ് എടുക്കണം. ഓക്കെ, അപ്പൊ അയണിക് ക്യാരക്ടർ കുറവുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഈ എലമെന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പിലാണുള്ളത് അല്ലെ. പൊട്ടാസ്യത്തിനോട് ചേർന്ന് ആരുണ്ട്? കാൽസ്യം ഉണ്ട്. കാൽസ്യത്തിന്റെ കുറെ താഴെ ആരുണ്ട്? ബേരിയം ഉണ്ട്. ഈ ഗ്രൂപ്പ് ഇങ്ങനെ പോയി ഈ റോ ഇങ്ങനെ പോയി ഇവിടെ ആയിട്ട് ആരുണ്ട്? സിൽവർ ഉണ്ട്. ഓക്കെ, അപ്പോ ലീസ്റ്റ് അയണിക് ആണ് ചോദിച്ചിട്ടുള്ളത്, അഥവാ മോസ്റ്റ് കൊവാലന്റ് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ സൈസ് ഓഫ് മെറ്റൽ കുറവുള്ള എന്ത് ചെയ്യണം? എടുക്കണം. സൈസ് ഓഫ് മെറ്റൽ ഡെഫിനറ്റ്ലി കുറവുണ്ടാവുക സിൽവറിനായിരിക്കും അല്ലേ. ബാക്കി ആനുവൽസ് എല്ലാം ഇവിടെ സെയിം ആ ക്ലോറിന്. അപ്പൊ സിൽവറിനായിരിക്കും സൈസ് ഓഫ് മെറ്റൽ വളരെ കുറവുണ്ടാവുക. കാരണം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് സൈസ് എന്താവും? കുറയും. സോ ഇതാണ് നമ്മുടെ കാറ്റോൺസിന്റെ ഒരു പൊസിഷൻ. പൊട്ടാസ്യം ഇവിടെ, കാൽസ്യം ഇവിടെ, ബേരിയം ഇവിടെ, സിൽവർ അവിടെ. ഇതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും സൈസ് കുറവുള്ള ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ താരതമ്യേന താല്പര്യം കുറവുള്ള ഒരു മെറ്റലിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് വാട്ട്? സിൽവർ. സോ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ട്. മുന്നോട്ടേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രോവാലന്റ് ബോണ്ട് ഫോർമേഷൻ ഡിപ്പെൻഡ്സ് ഓൺ. ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് അയണിക് ബോണ്ടിന്റെ മറ്റൊരു പേരാണ് കേട്ടോ. ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ആരാണ്? അയണിക് ബോണ്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രോവാലന്റ് ബോണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോവാലന്റ് ബോണ്ടിന്റെ ഫോർമേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു അയണിക് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ അവിടെ കാറ്റോൺ ആയിട്ട് ഫോം ചെയ്യുന്ന മെറ്റലിന്റെ അയണൈസേഷൻ എനർജി വളരെ കുറവായിരിക്കണം. അപ്പൊ അയണൈസേഷൻ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആനിയോൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന നോൺ മെറ്റൽ പെട്ടെന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം. അപ്പൊ അതിന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കണം. വാട്ട് കോൾഡ് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ അഫിനിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കാറ്റോൺ മെറ്റലിൽ നിന്നും ലോ അയണൈസേഷൻ എനർജിയിൽ കാറ്റോൺ ഉണ്ടാവുകയും നോൺ മെറ്റലിൽ നിന്നും ഹൈ ഇലക്ട്രോൺ അഫിനിറ്റിയിൽ ആനിയോൺ ഉണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റോണും ആനിയോണും കൂടെ കൂടിച്ചേർന്ന് ഒരു മോൾ സോളിഡ് ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി റിലീസ് ചെയ്യും. ആ എനർജി നമ്മൾ പറയുന്ന പേരാണ് ലാറ്റിസ് എനർജി. ഈ ലാറ്റിസ് എനർജി വളരെ ഹൈ ആവണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹൈ ഏറ്റവും നല്ല അയണിക് കോമ്പൗണ്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ലാറ്റിസ് എനർജി. സോ ഞാൻ എടുക്കാൻ പോകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആയിരിക്കും ഉണ്ടാവുക. ഇത് NCERT-ക്കകത്ത് ഡയറക്ട്ലി പറയുന്ന പോയിന്റ്സ് ആണ്. കണ്ടീഷൻ ഫേവറബിൾ ഫോർ വാട്ട്? അയണിക് ബോണ്ട് ഫോർമേഷൻ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇലക്ട്രോവാലന്റ് ബോണ്ട് ഫോർമേഷൻ ഓൾസോ. ഓക്കെ, അപ്പോ മുന്നോട്ടേക്ക് പോവാം. ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട്സ് അഥവാ അയണിക് കോമ്പൗണ്ട്സിന്റെ ജനറൽ ക്യാരക്ടർ ആണ് പറയുന്നത്. അയണിക് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് നല്ല സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിൽക്കുകയാണ്. സോ അതിനെ മെൽറ്റ് ചെയ്യാനും അത് ബോയിൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോങ് ആണ്. പിന്നെ ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട്സ് പൊതുവെ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോവാലൻസ് കോമ്പൗണ്ട്സ് പൊതുവെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വസ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മോൾട്ടൺ ഓർ ഫ്യൂസ്ഡ് സ്റ്റേറ്റിലോ ഒക്കെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ NaCl ഉണ്ടെങ്കിൽ NaCl സോളിഡ് ആയിരിക്കും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പക്ഷെ NaCl ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടാലും NaCl ഞാൻ ഉരുക്കി ഫ്യൂസ് ചെയ്തിട്ട് ലിക്വിഡ് ഫോമിലേക്ക് കൊണ്ടുവന്നാലും അവർ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അവർക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസോലുബിൾ ഇൻ പോളാർ സോൾവെന്റ് അല്ല.
നിങ്ങളുടെ ഇലക്ട്രോവാലൻ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്ന അയണിക് കോമ്പൗണ്ട്സ് എല്ലാം പോളാർ ആണ്. പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഉള്ള ഇവരെല്ലാം എന്താണ്? പോളാർ ആണ്. ഇവരെല്ലാം പോളാർ ആയതുകൊണ്ട് തന്നെ പോളർ ആയിട്ടുള്ള സോൾവെന്റ്സിൽ വളരെ അടിപൊളിയായിട്ട് ഡിസോൾവ് ചെയ്യുന്നു. നിങ്ങളൊരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അപ്പൊ അത് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇൻസോലുബിൾ ഇൻ പോളാർ സോൾവെന്റ് എന്ന് പറയാൻ പറ്റൂല. അത് സൊല്യൂബിൾ ഇൻ എന്താണ്? പോളാർ സോൾവെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ടിങ് ഫ്യൂസ്ഡ് സ്റ്റേറ്റ് അല്ലെ. ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് ആണ്. സോ ഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യും. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കമ്പാരിറ്റീവ്ലി തെറ്റാണ് നമ്മളെ സി സ്റ്റേറ്റ്മെന്റ് അപേക്ഷിച്ച്. മുന്നോട്ടേക്ക് പോവാം. ലാറ്റിസ് എനർജി ഓഫ് എൻ അയണിക് കോമ്പൗണ്ട് ഡിപെൻഡ്സ് ഓൺ ലാറ്റിസ് എനർജി. ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്ത്, നമ്മുടെ കയ്യിലൊരു അയണിക് കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. അയണിക് കോമ്പൗണ്ട് ആക്ച്വലി അതിലൊരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള Q1 പോസിറ്റീവ് ചാർജ് ആയിട്ടും Q2 നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള രണ്ട് കാറ്റയോൺ ആനിയോൺസ് ഉണ്ടായിരിക്കും. ദേ ആർ സെപ്പറേറ്റഡ് ബൈ ദ ബോണ്ട് ലെങ്ത് R. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് K Q1 ഡിവൈഡ് ബൈ R² ആണ്. കുളോംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് വിളിക്കാൻ പറ്റും. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ലാറ്റിസ് എനർജി എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലാണെങ്കിൽ ലാറ്റിസ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരുപാട് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. സോ the Coulombic force of attraction is directly proportional to lattice energy, and it's clear from the expression that Coulombic force of attraction is proportional to the charge, and it's also proportional to the size. So lattice energy of a species of an ionic compound that simply depends on the charge, directly proportional to the charge and inversely proportional to the size എന്നാ പറയാ. അപ്പൊ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന അർത്ഥത്തിൽ ഞാൻ ഓപ്ഷൻ എന്തെടുക്കാൻ പോവാണ്? ഡി എടുക്കാൻ പോവാണ്. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. വൺസ് അഗൈൻ അയണിക് കോവാലന്റ് കോമ്പൗണ്ടിലേക്ക് നമ്മൾ കടന്നു. നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസ് അയണിക് കോമ്പൗണ്ടുമായി റിലേറ്റ് ചെയ്യുന്ന അയണിക് കോമ്പൗണ്ടിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി കോവാലന്റ് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കടക്കാം. കോവാലന്റ് കോമ്പൗണ്ട് HCl ആണ് അല്ലേ? HCl ഒരു കോവാലന്റ് കോമ്പൗണ്ട് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാവ് എൻ അയണിക് ക്യാരക്ടർ. കറക്റ്റ് ആണ്. HCl-ന് ഡൈപോൾ മൊമെന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCl എന്ന് പറയുന്നതിൻ്റെ അകത്ത് സംഗതി 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു നോൺ പോളർ കോവാലന്റ് കോമ്പൗണ്ട് അല്ല. നോൺ പോളർ ആയിട്ടുള്ള ആളല്ല, പോളർ ആണ്. ഈ പറയപ്പെടുന്ന പെയർ ഓഫ് ഇലക്ട്രോണിനെ കുറച്ചുകൂടെ നന്നായിട്ട് ആര് അട്രാക്ട് ചെയ്യും? ക്ലോറിൻ അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യാനുള്ള ക്ലോറിന്റെ എബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അങ്ങനെ ക്ലോറിൻ ഒരു പാർഷ്യൽ ഇലക്ട്രോൺ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും, ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരുന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഡൈപോൾ മൊമെന്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ അയണിക് ക്യാരക്ടർ ഓഫ് ദ കോവാലന്റ് കോമ്പൗണ്ട് കോൾഡ് HCl അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് HCl-ന് ഒരു അയണിക് ക്യാരക്ടർ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ക്ലോറിന് ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണെന്ന് പറയാൻ പറ്റും. സോ വാട്ട് ഐ പ്രിഫർ ദ സി ഓപ്ഷൻ. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. അടുത്തത് ദ ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. അപ്പോൾ 2 ഹൈഡ്രജൻ തമ്മിലുള്ള ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് വിച്ച് മീൻസ് അതിന്റെ ബോണ്ട് ലെങ്ത്. ഈ നീളം തന്നിട്ടുണ്ട്. എത്രയാ? 74 പൈക്കോമീറ്റർ ആണ്. 2 ക്ലോറിൻ ആണെങ്കിൽ കുറച്ചുകൂടെ വലുതാവും. ആ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാ? 198 പൈക്കോമീറ്റർ ആണ്. മക്കളെ, നമ്മളോട് ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ചോദിച്ചത് HCl-ന്റെ ബോണ്ട് ലെങ്ത് എത്രയാന്നുള്ളതാണ്. HCl-ന്റെ ബോണ്ട് ലെങ്ത് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, HCl ഒരു കോവാലന്റ് കോമ്പൗണ്ട് ആണ്. ഇതിന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് കോവാലന്റ് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് കോവാലന്റ് റേഡിയസ് ഓഫ് എന്താണ്? ക്ലോറിൻ ആണ് അല്ലെ. ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും കോവാലന്റ് റേഡിയസിന്റെ സം ആണ്. അപ്പൊ ഹൈഡ്രജന്റെ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത് ഈ ഹാഫ് ആയിരിക്കും. അതിന്റെ ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസിന്റെ പകുതി ആയിരിക്കും. അപ്പോൾ 74-ന്റെ പകുതി ആയിരിക്കും. 74-ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 74/2 അല്ലേ. 74-ന്റെ പകുതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 37 എന്ന് തോന്നുന്നു അല്ലേ. ആണ്. ഇനി ക്ലോറിന്റെ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത് ക്ലോറിന്റെ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതി ആയിരിക്കും. അത് 198-ന്റെ പകുതി ആയിരിക്കും. അപ്പൊ 74-ന്റെ പകുതി എന്ന് പറയുന്നത് 37 ആണെന്ന് മനസ്സിലായി. പ്ലസ് 198-ന്റെ പകുതി എന്ന് പറയുന്നത് 99 ആണെന്ന് മനസ്സിലായി. അപ്പൊ 99 പ്ലസ് 37 എത്രയാണോ വരുന്നത്? അതായിരിക്കും നമ്മുടെ എന്തായിട്ട് വരുന്നുണ്ടാവുക? ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 99 പ്ലസ് 37. ദാറ്റ് വിൽ ബി അവർ ആൻസർ, റൈറ്റ്? ശരി, അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അത് എന്നുള്ളതൊന്ന് നോക്കണം. ഓക്കെ, 99 പ്ലസ് 37 ആഡ് ചെയ്ത് നോക്കാം അല്ലെ. 6 136 ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. 136. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. The highest covalent character is found to be
ഏറ്റവും നല്ല കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫെജാൻസ് റൂൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഫെജാൻസ് റൂൾ എന്താ മക്കളെ പറയുന്നത്? ഫെജാൻസ് റൂൾ പറയുന്നതാണ് കോവാലന്റ് character which is directly proportional to polarizing power of cation, directly proportional to polarizability of cation. പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ കൂടണമെങ്കിൽ ഇത് പ്രൊപ്പോർഷണൽ ടു എന്താ? പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ ആണ് അല്ലേ? പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ, കാറ്റയോണിന്റെ പോളറൈസിങ് പവറിന് പ്രൊപ്പോർഷണൽ ആണ്. പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ കൂടണമെങ്കിൽ എന്താവണം? ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് കാറ്റയോൺ. കാറ്റയോണിന്റെ സൈസ് കുറഞ്ഞാൽ സ്മോൾ കാറ്റയോൺ ആണെങ്കിൽ പോളറൈസിങ് പവർ കൂടും, കോവാലന്റ് ക്യാരക്ടർ കൂടും എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓഫ് കാറ്റയോൺ. കാറ്റയോണിന്റെ ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നല്ല ചാർജുള്ള കാറ്റയോൺ ആണെങ്കിൽ അതിന് പോളറൈസിങ് പവർ കൂടുതലായിരിക്കും, കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഇതേ പോയിന്റ് ആനിയോണിന്റെ ഭാഗത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ദ കോവാലന്റ് ക്യാരക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ. ആനിയോണിന്റെ പോളറൈസബിലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആനിയോണിന്റെ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് ആനിയോണിന്റെ സൈസ് കൂടിയാൽ കൂടും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആനിയോണിന്റെ ചാർജ് കൂടിയാലും കൂടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ല കോവാലന്റ് ക്യാരക്ടർ എവിടെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സൈസ് കുറവുള്ള കാറ്റയോൺ ഉണ്ടെങ്കിൽ അവിടെ എടുത്തോ, അതല്ല ഏറ്റവും ചാർജ് കൂടുതലുള്ള കാറ്റയോൺ ഉണ്ടെങ്കിൽ അവിടെ എടുത്തോ, അതല്ല ഏറ്റവും സൈസ് അധികമുള്ള ആനിയോൺ ഉണ്ടെങ്കിൽ അവിടെ എടുത്തോ, അതുമല്ല ഏറ്റവും ചാർജ് അധികമുള്ള ആനിയോൺ ഉണ്ടെങ്കിൽ അവിടെ എടുത്തോ എന്നാണ് ഫെജാൻസ് റൂൾ പറയുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടുത്തെ കാറ്റയോൺ എന്താണ്? സെയിം ആണ് അല്ലേ? എല്ലാത്തിലും കാറ്റയോൺ ആരാണ്? കാൽസ്യം ആണ്. അപ്പൊ കാറ്റയോൺ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ആനിയോൺ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ആനിയോൺസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ആനിയോൺസിന്റെ പോളറൈസബിലിറ്റി നോക്കിയിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. ഇവിടെ ആനിയോൺ ഡിഫറെന്റ് ആണെങ്കിലും ആനിയോന്റെ ചാർജ് സെയിം ആണ്. ആനിയോന്റെ സൈസിലാണ് മാറ്റമുള്ളത് അല്ലേ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ സൈസിലാണ് മാറ്റമുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും സൈസ് കൂടിയാൽ, ആനിയോന്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ കോവാലന്റ് ക്യാരക്ടർ കൂടുന്ന പറയുന്നത്. സോ വാട്ട് ഐ സേ മീൻസ് CaI2 ആയിരിക്കും എന്ത് ഏറ്റവും കൂടുതൽ കോവാലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക വിത്ത് അയഡൈഡ് അയോൺ ഹാവിംഗ് ഗ്രേറ്റർ പോളറൈസബിലിറ്റി. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിച്ച കോൺസെപ്റ്റിന് പറയുന്ന പേരാണ്, കോൺസെപ്റ്റിന്റെ പേരെന്താ? ഫെജാൻസ് റൂൾ. ഫെജാൻസ് റൂൾ. ഓക്കെയാണ്. മുന്നോട്ടേക്ക് പോവാം. നോക്കാം. Which one of the following regarding the covalent bond is not true? കോവാലന്റ് ബോണ്ടുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് പറയുന്നത്. കോവാലന്റ് ബോണ്ട്സ് ആർ ഫോംഡ് ബൈ ഇലക്ട്രോൺ ഷെയർഡ് ബിറ്റ്വീൻ ആറ്റംസ്. കറക്റ്റ് ആണല്ലോ അതല്ലേ? ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ടാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ്. The bond is non-directional. Bond non-directional അല്ല. Covalent bonds are simply directional bond. Covalent compoundsൽ covalent ബോണ്ടുകൾ ഉണ്ടാവും. Covalent ബോണ്ടുകൾക്ക് സ്പേസിൽ ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവുന്ന നമ്മൾ പറയാം ലീനിയർ, ട്രയാങ്കിൾ, പ്ലാനർ, ടെട്രാഹെഡ്രൽ അങ്ങനെയുള്ള ഷേപ്പുകൾ ഉണ്ടാവും. സോ ദേ ആർ സിംപ്ലി ഡയറക്ഷണൽ. ഓക്കെ, അടുത്തൊരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റുക, ദ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ്. അപ്പോൾ ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളോട് ചോദിച്ച റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ബാക്കിയുള്ള കൂടെ വായിച്ചു നോക്കാം. ദ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ്. കറക്റ്റ് ആണ്. കോവാലന്റ് ബോണ്ട്സ് രണ്ട് ടൈപ്പ് ബോണ്ട്സ് ഉണ്ട്, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓർബിറ്റലുകൾ തമ്മിൽ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് സിഗ്മ ബോണ്ട്. അതിന് ഭയങ്കര എക്സ്റ്റെന്റ് ആയിരിക്കും, ഒന്നിലേക്ക് പരമാവധി കയറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി കയറി നിൽക്കുന്ന സമയത്ത് അതിന് എക്സ്റ്റെന്റ് കൂടുതലാണ്, സ്ട്രെങ്ത് കൂടുതലായിരിക്കും. എന്നാൽ പൈ ബോണ്ട് എന്ന് പറയുന്നത് രണ്ടാളുകൾ തമ്മിൽ സൈഡ് ടു സൈഡ് ഓവർലാപ്പ് ചെയ്ത് ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പൈ ബോണ്ട്. അപ്പൊ ഈ സൈഡ് ടു സൈഡ് ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് അത്ര തന്നെ എക്സ്റ്റെന്റ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വീക്ക് ബോണ്ട് ആയിരിക്കും. അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് ബോണ്ടിന്റെ സ്ട്രെങ്തിനെ ഡിറ്റർമൈൻ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചെയ്യും. ഓക്കെ, ദ ബോണ്ട് ഫോംഡ് മേ ഓർ മേ നോട്ട് ബി പോളാർ. ഡെഫിനറ്റ്ലി ഇപ്പൊ രണ്ട് ക്ലോറിൻ ആറ്റംസ് ആണ് തമ്മിൽ ബോണ്ട് ഷെയർ ചെയ്യുന്നെങ്കിൽ, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യണമെങ്കിൽ അത് രണ്ടിനും ഒരേ ഇലക്ട്രോണൈറ്റിറ്റി ആയതുകൊണ്ട് അത് പെർഫെക്റ്റ്ലി കോവലന്റ് ആയിരിക്കും, നോൺ പോളാർ ബോണ്ട് ആയിരിക്കും. നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ ഡീൽ ചെയ്ത പോലെ ഹൈഡ്രജനും ക്ലോറിനും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജനും ക്ലോറിനും ഇലക്ട്രോണൈറ്റിറ്റിയിൽ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ക്ലോറിന്റെ ഭാഗത്തോട്ടേക്ക് ആ ബോണ്ട് കുറച്ച് കൂടുതൽ ചേർന്ന് നിന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ബോണ്ടിന് ഒരു അയണിക് ക്യാരക്ടർ ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത്. അപ്പൊ ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കോവലന്റ് ബോണ്ടുകൾ പോളാർ ആവാം, നോൺ പോളാർ ആവാം. സോ ദ ബെറ്റർ ഓപ്ഷൻ ഐ പ്രിഫർ ഈസ് വാട്ട് ബി. മുന്നോട്ടേക്ക് പോവാം. Which type of bond is present in H2S molecule? H2S moleculeനകത്ത് എന്ത് ബോണ്ടാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വാട്ട് കോവാലന്റ് അല്ലേ? H2Sന്റെ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. സൾഫർ, ഒരു ഹൈഡ്രജൻ NCERT-കകത്ത് വരച്ച് കാണിച്ചിട്ടുള്ള സ്ട്രക്ചർ ആണ് അല്ലേ? ബെൻഡ്, വി ഷേപ്പ്, ആംഗുലർ എന്നൊക്കെ പറഞ്ഞ സ്ട്രക്ചർ ആണ്. രണ്ട് ബോണ്ട് ഉണ്ട്. ആ രണ്ട് ബോണ്ടും സിംപ്ലി എന്ത് ബോണ്ടാണ്? കോവാലന്റ് ബോണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഹാവ് കോർഡിനേറ്റ് ഓർ ഡേറ്റി ബോണ്ട്? കോർഡിനേറ്റ് ബോണ്ട് ഏതിലുള്ള എന്നുള്ളതാണ്. കോർഡിനേറ്റ് ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ഏതാണ്? എ ആണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. NH4+ കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. H3O കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. NC കാത്ത് എന്തുണ്ട്? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. ഒരു ആൽക്കൈൽ സയനൈഡ് NC കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. NC- ആണെങ്കിലും അതിൻ്റെ അകത്ത് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. NO3- അകത്ത് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. NO2 അകത്ത് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് ബോണ്ടുകളുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. N2O5 അകത്ത് എന്തുണ്ട്? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഒരു നോളജിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ബൈ ഹാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ അത് വരച്ച് ആലോചിക്കണം. നമുക്കൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വരച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ വരച്ച് ആലോചിക്കുന്നില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഓൾറെഡി നമ്മൾ പഠിച്ച നോളജിൽ നിന്ന് നമ്മൾ അതിന് എന്ത് ചെയ്യാൻ പോവാണ്? ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഓപ്ഷൻ എന്ത് പറയാം? എ പറയാം. ഓക്കെ, ഞാൻ ഓപ്ഷൻ എ പറഞ്ഞു. റെഡി. ബാക്കി ഇതിൻ്റെ അകത്തൊന്നും കോർഡിനേറ്റ് ബോണ്ട് ഇല്ല. NH3 ഇല്ല, NH4+ ഉള്ളൂ. നമ്മളെ ടോപ്പിക് കോവാലന്റ് കോമ്പൗണ്ട് മാറി, അയണിക് കോമ്പൗണ്ട് മാറി കോവാലന്റ് കോമ്പൗണ്ടിലേക്ക് എത്തി. കോവാലന്റ് കോമ്പൗണ്ട് മാറി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് കോർഡിനേറ്റ് ബോണ്ട്? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡൈപോൾ മൊമെന്റ്. അല്ലെ, ഡൈപോൾ മൊമെന്റ്. അപ്പോ ഒരു കോവാലന്റ് കോമ്പൗണ്ട് പോളാർ ആണെങ്കിൽ, ഒരു കോവാലന്റ് ബോണ്ട്, രണ്ട് ആറ്റം തമ്മിലുള്ള ബോണ്ടിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ബോണ്ടിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരുന്നത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലോട്ടായിരിക്കും. അതല്ല, ഒരു ആറ്റത്തിന് ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന് ഒരു ഓർബിറ്റൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. അത് ആ ലോൺ പെയറിന്റെ ഡയറക്ഷനിലായിരിക്കും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ചാർജും ഡിസ്റ്റൻസും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണെന്നും അതിനെ ഡിബൈ എന്ന് പറയുന്ന യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യാമെന്നും 1 ഡിബൈ ഈസ് 3.335 into 10⁻³ കിലോമീറ്റർ ആണ് കേട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയാണ്. പിന്നീട് നമ്മൾ അവിടെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ട സാധനം, ഒന്നിൽ കൂടുതൽ പോളാർ ബോണ്ടുള്ള മോളിക്യൂൾ ചിലപ്പോൾ നോൺ പോളർ ആവാം, പോളാർ ആവാം. പോളാർ ബോണ്ടുകളുള്ള മോളിക്യൂളുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ആ മോളിക്യൂൾ എന്തായിരിക്കും? നോൺ പോളർ ആയിരിക്കും. പോളാർ ബോണ്ടുകളുള്ള മോളിക്യൂളുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 അല്ല, നോൺ 0 ആണെങ്കിൽ ആ മോളിക്യൂൾ എന്തായിരിക്കും? പോളാർ ആയിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങളെ കയ്യിൽ കുറച്ച് പോയിന്റ്സ് നിങ്ങളെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴാണ് 0 ഡൈപോൾ മൊമെന്റ് വരിക, അല്ലെങ്കിൽ എപ്പോഴാണ് നോൺ പോളർ ആവുക എന്നൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും: നോ ലോൺ പെയർ. ലോൺ പെയർ ഇല്ല, ലോൺ പെയർ ഇല്ല. ലോൺ പെയർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ജോമെട്രി, പ്യുവർ ജോമെട്രി ആണ്. ലോൺ പെയർ ഇല്ലാത്ത പ്യുവർ ജോമെട്രി ആണ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും? ഡൈപോൾ മൊമെന്റിന്റെ മ്യൂ എന്നാ പറയാ, ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കാം. ഓക്കെ, നോ ലോൺ പെയർ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, സറൗണ്ടിങ് ആറ്റംസ് എന്താവണം? സെയിം ആവണം. ചുറ്റും നിൽക്കുന്ന ആറ്റംസ് സെയിം ആയിരിക്കണം. സറൗണ്ടിങ് ആറ്റംസ് സെയിം ആയിരിക്കണം. ഇനി എക്സെപ്ഷൻ ഉണ്ട്, ഇതിൻ്റെ അകത്ത് എക്സെപ്ഷൻ ഉണ്ട്. നമ്മുടെ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരുന്ന സ്ക്വയർ പ്ലാനാർ ജോമെട്രി, ഇതിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഡൈപോൾ മൊമെന്റ് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും വരുന്ന ലീനിയർ ജോമെട്രി, ലീനിയർ ജോമെട്രി, ഇതിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഡൈപോൾ മൊമെന്റ് എന്താണ്? 0 ആണ്. ഡൈപോൾ മൊമെന്റ് 0 ആണ്. പറഞ്ഞ റെഡിയാണ് നിങ്ങൾ? അപ്പോ ഇത്രയും ഒരു ഐഡിയ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, H2O എന്ന് പറയുന്ന മോളിക്യൂള് നിങ്ങൾക്കറിയാം 2 ബോണ്ട് പെയറും, അല്ലെ, 2 ബോണ്ട് പെയറും 2 ലോൺ പെയറുള്ള മോളിക്യൂളാണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഫോർമുല അറിയുന്നുണ്ടാവും, അല്ലെ? ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്താ ഫോർമുല? ഫോർമുല പറയണത് ഇങ്ങനെയാണ്: VSEP, അല്ലെ? ഫോർമുല ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം മക്കളെ, നോക്ക്. VSEP കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം പ്ലസ് സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റം, സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റം, സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ എടുക്കണം, അതാണ് V, പ്ലസ് മോണോവാലന്റ് ആറ്റത്തിന്റെ സറൗണ്ടിങ് ചുറ്റും നിൽക്കുന്ന മോണോവാലന്റ് ആറ്റംസിന്റെ എണ്ണം എടുക്കണം. മോണോവാലന്റ് മാത്രമാണ്, അത് ഹൈഡ്രജനും ഹാലജൻസും ഒക്കെ ആയിരിക്കും. ഓക്സിജൻ എടുക്കരുത്, ഓക്സിജൻ ബൈവാലന്റ് ആണ്. പിന്നെ അതിന് ചാർജ് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ചാർജ് ഉണ്ടെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യണം, /2 ചെയ്യണം, /2. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ് VSEP. ഈ VSEPയിൽ നിന്നും എത്ര സറൗണ്ടിങ് ആറ്റംസ് ഉണ്ടോ നോക്കുക, അതായിരിക്കും ബോണ്ട് പെയറിന്റെ എണ്ണം.
ബാക്കി റിമൈനിങ് എത്രയുണ്ടെന്ന് നോക്കുക. റിമൈനിങ് അതായിരിക്കും ലോൺ പെയറിന്റെ എണ്ണം. എന്താ പറഞ്ഞേ, VSEP കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺ പ്ലസ് മോണോവാലന്റ് മൈനസ് ചാർജ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിന് എത്ര സറൗണ്ടിങ് ആറ്റംസ് ഉണ്ടോ അത്രയും ബോണ്ട് പെയേഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ ബാക്കി എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോൺ പെയേഴ്സ് ആയിരിക്കും. ആ ഒരു രൂപത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഞാൻ വാട്ടർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ. വാട്ടർ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ H2O എന്ന് പറയുന്നതിൻ്റെ അകത്ത് സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. അപ്പോൾ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, സറൗണ്ടിങ് ആയിട്ട് നിൽക്കുന്നത് 2 ഹൈഡ്രജൻ ആണ്. 2 ഹൈഡ്രജനും മോണോവാലന്റ് ആണ്, 2 ആണ്. ചാർജ് ഇല്ല, അപ്പോൾ -0 ഡിവൈഡ് ബൈ 2 ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് 4 ആണ്. അപ്പോൾ VSEP എനിക്ക് 4 കിട്ടിയത്. ഓക്കെ, ഇതിൽ എത്ര സറൗണ്ടിങ് ആറ്റംസ് ഉണ്ട് മക്കളെ? ഓക്സിജൻ സെൻട്രൽ ആറ്റം, 2 ഹൈഡ്രജൻ സറൗണ്ടിങ് ആറ്റം. അപ്പോൾ 2 സറൗണ്ടിങ് ആറ്റംസ് ഉണ്ട്, അപ്പോൾ 2 ബോണ്ട് പെയർ ആയി. സോ VSEP ആയിട്ട് കിട്ടുന്ന നമ്പറിൽ എത്ര സറൗണ്ടിങ് ആറ്റംസ് ഉണ്ടോ അത്രയും ബോണ്ട് പെയർസ് ഉണ്ടായിരിക്കും. റിമൈനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോൺ പെയർ ആയിരിക്കും. അതാണ് എനിക്ക് കിട്ടിയത്. 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ. അപ്പോൾ ഇത് പോളർ ആണോ നോൺ പോളർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോൺ പെയർ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് നോൺ പോളർ ആയിരിക്കും. ലോൺ പെയർ ഉണ്ടായിട്ടും നോൺ പോളാർ അല്ലാത്ത 2 പേരേ ഉള്ളൂ. അത് സ്ക്വയർ പ്ലാനാർ ജോമെട്രിയിലുള്ള 4-2, ലീനിയർ ജോമെട്രിയിലെ 2-3. അപ്പോൾ ഇത് എന്തായാലും നോൺ പോളാർ ആയിരിക്കും. നോൺ പോളാർ, സോറി, ലോൺ പെയർ ഉണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും, പോളാർ ആയിരിക്കും. റെഡി, ലോൺ പെയർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ പോളാർ ആയിരിക്കും, 0 ഡൈപോൾ മൊമെന്റ് ആയിരിക്കില്ല. ഓക്കെ, ലോൺ പെയർ ഉണ്ടായിട്ടും 0 ഡൈപോൾ മൊമെന്റ് വരുന്ന 2 പേരാണുള്ളത്. അത് 4 ബോണ്ട് പെയർ 2 ലോൺ പെയർ വരുന്ന സ്ക്വയർ പ്ലാനർ ജോമെട്രി, 2 ബോണ്ട് പെയർ 3 ലോൺ പെയർ വരുന്ന ലീനിയർ ജോമെട്രി. അപ്പോൾ ഇതിന്റെ ഡൈപോൾ മൊമെന്റ് 0 അല്ല, നോൺ 0 ആയിരിക്കും. ദ മോളിക്യൂൾ വിൽ ബി പോളാർ. CO2 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, HF ഒരു ഡയറ്റോമിക് മോളിക്യൂളാണ്. HF മാത്രമേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഫ്ലൂറിൻ ഹാവിംഗ് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി, സോ ഡൈപോൾ മൊമെന്റ് ഡയറക്ട്ലി ഫ്ലൂറിന്റെ ഭാഗത്തോട്ടേക്ക് ആയിരിക്കും. H ഉം Br ഉം ഡയറ്റോമിക് മോളിക്യൂളാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഡയറ്റോമിക് മോളിക്യൂളിൽ ബ്രോമിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്, ബ്രോമിന്റെ ഭാഗത്തോട്ടേക്ക് ഉണ്ടാവും. ഈ CO2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, CO2ന്റെ VSEP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മക്കളെ, കാർബൺ ആണ് സെൻട്രൽ ആറ്റം. 2 സറൗണ്ടിങ് ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ സെൻട്രൽ ആറ്റം കാർബൺ ആണ് 4, സറൗണ്ടിങ് മോണോവാലന്റ് ഇല്ല, അതുകൊണ്ട് 0, ചാർജ് ഇല്ല, അതുകൊണ്ട് 0. സോ ഡിവൈഡ് ബൈ 2. സോ 2 ആണ് VSEP കിട്ടിയ ആരുടെ, CO2ന്റെ VSEP എത്ര കിട്ടിയ മക്കളെ, 2. അപ്പൊ എത്ര സറൗണ്ടിങ് ആറ്റംസ് ഉണ്ട്, 2. സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റംസ് എത്രയുള്ളൂ, 0. സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റംസ് 0, പക്ഷെ സറൗണ്ടിങ് ആറ്റംസ് 2 ഉണ്ട്. അപ്പൊ അത് 2 ബോണ്ട് പെയർ ആയിരിക്കും. റിമൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ലോൺ പെയർ ആയിരിക്കും. സോ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദ 0 ലോൺ പെയർ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ലോൺ പെയർ 0 ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും എന്നാ പറഞ്ഞേ, 0 ആയിരിക്കും എന്നാ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാം ഡൈപോൾ മൊമെന്റ് 0 ഫോർവേഡ് CO2. ഓക്കെ, അതല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ വരച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണം, എടുക്കണം. അതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് അതിന്റെ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാൻ ഓൾറെഡി നിങ്ങൾ VSEPR തിയറി പഠിക്കുന്നുണ്ടല്ലോ, ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യുന്നത് VSEPR തിയറി പഠിക്കുന്നുണ്ടല്ലോ. ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതൊന്നും കൂടെ ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ വിൽ ഷോ ഡൈപോൾ മൊമെന്റ്? ഇതിൽ ആരാണ് ഡൈപോൾ മൊമെന്റ് കാണിക്കുന്നത് പറയുന്നത്? ഓക്കെ, അപ്പൊ മീതൈൻ ആരാ മക്കളെ, CH4. മീതൈൻ്റെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ആറ്റം കാർബൺ ആണ്, 4 ആണ്. മോണോവാലന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആണ്, ചാർജ് ഒന്നുമില്ല, ഡിവൈഡ് ബൈ 2 ആണ്. അപ്പൊ ചെയ്യുന്ന സമയത്ത് എനിക്ക് 4 കിട്ടുന്നത്. ഇതിൽ 4 ഹൈഡ്രജൻ സറൗണ്ടിങ് ആയതുകൊണ്ട് അത് 4 ബോണ്ട് പെയർ ആയിരിക്കും. ചുറ്റും റിമൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ലോൺ പെയർ ആയിരിക്കും. അപ്പൊ പ്യുവർ ജോമെട്രി ആണ്, ലോൺ പെയർ ഇല്ല. അപ്പൊ ഇതിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും അല്ലെ, ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഡൈപോൾ മൊമെന്റ് 0. ഡൈപോൾ മൊമെന്റ് 0 അല്ലാത്തത് ആരെന്നാ ചോദിക്കണത്, ആർക്കാണ് ഡൈപോൾ മൊമെന്റ് കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് CCl4 ആണ്. അപ്പൊ CCl4 അല്ലെ, കാർബൺ ടെട്രാക്ലോറൈഡ് ആരാ, CCl4. ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കും, കാർബൺ 4 ആണ്. ഹാലജൻ എന്ന് പറയുന്ന ക്ലോറിൻ മോണോവാലന്റ് ആണ്, ചാർജ് ഒന്നുമില്ല, ഡിവൈഡ് ബൈ 2. സോ ദ ആൻസർ വിൽ ബി 4. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 4 സറൗണ്ടിങ് ആറ്റം ഉള്ളതുകൊണ്ട് 4 ബോണ്ട് പെയറും റിമൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോൺ പെയറും 0 ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഓൾസോ ഹാവിംഗ് ദ സെയിം 0 ലോൺ പെയർ. അപ്പോൾ ഇയാളുടെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലോറോഫോം എന്ന് പറയുന്ന ആളെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ക്ലോറോഫോം ഇസ് CHCl3. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, സറൗണ്ടിങ് ആറ്റംസ് സെയിം അല്ല. ഞാനിവിടെ എന്താ മക്കളെ പറഞ്ഞേ, ലോൺ പെയർ ഉണ്ടാവരുത്, സറൗണ്ടിങ് ആറ്റംസ് സെയിം ആവണം. അങ്ങനെയാണ് ഡൈപോൾ മൊമെന്റ് 0 എന്ന് പറഞ്ഞത്. ലോൺ പെയർ ഉണ്ടായിട്ടും ഡൈപോൾ മൊമെന്റ് 0 അല്ലാത്ത 2 എക്സെപ്ഷൻസ് ഇതാ കാണിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലോറോഫോം എന്ന് പറയുന്നത് CHCl3 ആണ്, അതിൻ്റെ അകത്ത് ലോൺ പെയർ ഇല്ല. സോറി, ലോൺ പെയർ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ചർച്ച ചെയ്യണ്ട. ഇതിന്റെ സറൗണ്ടിങ് ആറ്റംസ് എന്തല്ല, സെയിം അല്ല. സറൗണ്ടിങ് ആറ്റംസ് സെയിം അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും.
നോൺ സീറോ ഡൈപോൾ മൊമെന്റ് ആയിരിക്കും വരുന്നുണ്ടാവും. സോ ഐ പ്രിഫർ ദ സി ഓപ്ഷൻ. ഡി എന്തായാലും ഡൈപോൾ മൊമെന്റ് സീറോ എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിന്റെ അകത്ത് കണ്ടിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മുന്നോട്ടേക്ക് പോവാം. ദ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിക്ക് ഔട്ട് ദ മോളിക്യൂൾ വിച്ച് ഹാസ് സീറോ ഡൈപോൾ മൊമെന്റ്. ആർക്കാണ് സീറോ ഡൈപോൾ മൊമെന്റ് വരുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ? സീറോ ഡൈപോൾ മൊമെന്റ്. അപ്പോൾ NH3 നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺ 5 ആണ്. 3 മോണോവാലന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ട്. ഇതിന്റെ ലോൺ പെയർ എന്ന് പറയുന്നത് 0 ആണ്, ഡിവൈഡ് ബൈ 2 അല്ലേ? ലോൺ പെയർ അല്ല, 0 ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ഡിവൈഡ് ബൈ 2 നമ്മൾ ചെയ്തു. ഡിവൈഡ് ബൈ 2 നമ്മൾ ചെയ്യുന്ന സമയത്ത് 4 ആണ് കിട്ടുന്നത്. ഈ 4ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? 3 സറൗണ്ടിങ് ആറ്റംസ് ഉള്ളത്. 3 ബോണ്ട് പെയർ ആയിട്ട് എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ഒരു ലോൺ പെയർ ബാക്കി ഉണ്ടാവും. സോ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് എന്തല്ല? 0 അല്ല. H2O ഞാൻ മുന്നേ ഒരിക്കൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഡൈപോൾ മൊമെന്റ് എന്തല്ല? 0 അല്ല. BCl3 ബോറോൺ എന്ന് പറയുന്നതിന്റെ വാലൻസ് ഇലക്ട്രോൺ 3 ആണ്. 3 മോണോവാലന്റ് ആയിട്ടുള്ള ക്ലോറിൻ ആണുള്ളത്. ലോൺ പെയർ എന്താണ്? 0 ആണ്. ലോൺ പെയർ അല്ല, ചാർജ് എന്താണ്? 0 ആണ്. ഡിവൈഡ് ബൈ 2 ആണ് വരുന്നത്. അപ്പൊ ആൻസർ 3 ആ വരിക. ഇതിൽ 3 ക്ലോറിൻ സറൗണ്ടിങ് ആറ്റം ഉണ്ട്. അപ്പോൾ 3 ബോണ്ട് പെയർ ആയിരിക്കും. 0 എന്തായിരിക്കും? ലോൺ പെയർ ആയിരിക്കും. റെഡി? അപ്പോൾ ലോൺ പെയർ 0 ആയിട്ടുള്ള സറൗണ്ടിങ് ആറ്റം സെയിം ആയിട്ടുള്ള ഇയാൾ ഡെഫിനറ്റ്ലി 0 ഡൈപോൾ മൊമെന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇതാണ് ഓപ്ഷൻ എടുക്കുന്നത്. 0 ഡൈപോൾ മൊമെന്റ് ആരാണെന്ന് ചോദിച്ചത്. SO2 നിങ്ങൾക്ക് കാണിച്ചു തരണോ? ഞാൻ കാണിച്ചു തരാം. സൾഫർ ആണ് സെൻട്രൽ ആറ്റം. സോ 6 ആണ് വാലൻസ് ഇലക്ട്രോൺ. മോണോവാലന്റ് ആയിട്ട് ആരുമില്ല. ഓക്സിജൻ ബൈവാലന്റ് ആണ് അല്ലേ? ചാർജും 0 ആണ് അല്ലേ? ചാർജും 0 ആണ്. ഡിവൈഡ് ബൈ 2 ഞാൻ 3 ആയിരിക്കും കിട്ടുന്നത്. ആ 3യിൽ എത്ര സറൗണ്ടിങ് ആറ്റംസ് ഉണ്ട്? 2 സറൗണ്ടിങ് ആറ്റംസ് ഉണ്ട്. അപ്പോൾ 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ വരുന്നത്. അപ്പോൾ ഒരു ലോൺ പെയറും 2 ബോണ്ട് പെയർ വരുന്ന ആൾക്ക് ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഇതിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കില്ല. അപ്പൊ ഞാൻ ഏത് ഓപ്ഷൻ എടുക്കാൻ പോകുന്നത്? സി ഓപ്ഷൻ എടുക്കാൻ പോകുന്നത്. റെഡി? സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. സീറോ ഡൈപോൾ മൊമെന്റ് പ്രസന്റ് ഇൻ NH3 നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. 3 ബോണ്ട് പെയർ ലോൺ പെയർ ആയതുകൊണ്ട് 0 ഡൈപോൾ മൊമെന്റ് അല്ല. H2O 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ ആയതുകൊണ്ട് 0 ഡൈപോൾ മൊമെന്റ് അല്ല. പിന്നെയുള്ള 2 ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സിസ് ഡൈക്ലോറോ ഈഥീൻ അല്ലെ? സിസ് ഡൈക്ലോറോ ഈഥീൻ. അപ്പോൾ 2 ക്ലോറിനും ഒരേ പ്ലെയിനിൽ നിൽക്കുന്ന ഈഥീൻ ഉണ്ട്. 2 ക്ലോറിനും ഒപ്പോസിംഗ് പ്ലെയിനിൽ നിൽക്കുന്ന ഈഥീൻ ഉണ്ട്. അതാണ് ട്രാൻസ് ഡൈക്ലോറോ ഈഥീൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച നിങ്ങൾക്ക് അറിയാം, ക്ലോറിൻ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ ക്ലോറിൻ അങ്ങോട്ടേക്ക് എന്തിനെ കൊണ്ടുപോകും? ഇലക്ട്രോണിനെ കൊണ്ടുപോകും. ഈ ക്ലോറിനും ഇങ്ങോട്ടേക്കും കൊണ്ടുപോകും. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് 2 വെക്ടേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അതിന്റെ റിസൾട്ടന്റ് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. സോ ഡെഫിനറ്റ്ലി സിസിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കില്ല. എന്നാൽ അതേസമയം ട്രാൻസ് ആണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ ക്ലോറിൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, ഈ ക്ലോറിൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും. രണ്ടും 180 ഡിഗ്രി ആംഗിൾ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. സിയും എച്ചും തമ്മിലുള്ള ബോണ്ട് നമ്മൾ പൊതുവേ നോൺ പോളാർ ബോണ്ട് ആയിട്ടാണ് പറയാം. പോളാർ ബോണ്ടിന് മാത്രമേ നമ്മൾ ഡൈപോൾ മൊമെന്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നോൺ പോളാർ ബോണ്ട് നിങ്ങൾ എന്ത് എടുക്കേണ്ട ആവശ്യമില്ല, ഡൈപോൾ മൊമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ CH ബോണ്ടിനെ പരിഗണിക്കാത്തത്. അപ്പൊ ജനറലി ട്രാൻസിന് ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആരെക്കാൾ? സിസിനേക്കാൾ. ജനറലി എന്നാണ് പറയുന്നത്, എക്സെപ്ഷൻ മോളിക്യൂൾ ഉണ്ടാവാം. അപ്പോൾ ഓപ്ഷൻ നമ്മൾ ഏത് കൊടുത്തു? ഡി കൊടുത്തു. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. BF3യും NF3യും രണ്ടും കോവാലന്റ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ BF3 നോൺ പോളാർ ആണ്, NF3 എന്താണ്? പോളാർ ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈപോൾ മൊമെന്റ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, BF3 എന്ന് പറയുന്ന ആള് നമ്മൾ BCl3 ചെയ്ത പോലെ ബോറോണിന്റെ വാലൻസ് ഇലക്ട്രോൺ 3 ആണ്. സറൗണ്ടിങ് ആറ്റം ആയിട്ടുള്ള 3 ഫ്ലൂറിൻ, ചാർജ് ഒന്നുമില്ല. ഡിവൈഡ് ബൈ 2 ചെയ്താൽ 3 കിട്ടും. അതിൽ 3 സറൗണ്ടിങ് ഫ്ലൂറിൻ ഉള്ളതുകൊണ്ട് 3 ബോണ്ട് പെയറും 0 ലോൺ പെയറും ആണ്. 3 ബോണ്ട് പെയറും 0 ലോൺ പെയറും വരുന്ന മോളിക്യൂളിന്റെ ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി ആണ് ഉണ്ടാവുക. ആ ജോമെട്രി സിമെട്രിക്കൽ ആയതുകൊണ്ടാണ് അതിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആവുന്നത്. ഈ തോട്ടിലൂടെ അല്ല നമ്മൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആണോ അല്ലയോ എന്ന് ചർച്ച ചെയ്തത്. 0 ലോൺ പെയർ വരികയാണെങ്കിൽ 0 ലോൺ പെയർ വരുന്ന എല്ലാവർക്കും പെർഫെക്റ്റ് ജോമെട്രി ഉണ്ടാവുക, പ്യുവർ ജോമെട്രി. ആ പ്യുവർ ജോമെട്രി ഒരു സിമെട്രിക് ഫിഗർ ആണ്. അതിൻ്റെ അകത്ത് ഒരേ ഡയറക്ഷനിലേക്കാണ് എല്ലാ ബോൺസും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നെറ്റ് വെക്ടേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് 0 ആയിട്ട് പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡൈപോൾ മൊമെന്റ് 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് BF3യുടെ ഡൈപോൾ മൊമെന്റ് 0 ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സറൗണ്ടിങ് ആറ്റം സെയിം ആയതുകൊണ്ടും ലോൺ പെയർ 0 ആയതുകൊണ്ടുള്ളതല്ല അതിന്റെ എക്സാക്ട് റീസൺ. അത് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു ഐഡിയ മാത്രമാണ്. സറൗണ്ടിങ് ആറ്റംസ് സെയിമും ലോൺ പെയർസ് 0 ആവുന്ന സമയത്ത് അതൊരു പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സിമെട്രിക്കൽ ഷേപ്പ് ആയിരിക്കും. അതിന്റെ ഡൈപോൾ മൊമെന്റ് ഓട്ടോമാറ്റിക്കലി 0 ആയി മാറുന്നതാണ്. അപ്പോൾ പ്ലാനാർ എന്ന് പറയുന്ന ഷേപ്പ് ഒരു സിമെട്രിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് അതിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആയി മാറുന്നതാണ്. അത് അതേസമയം NF3 നിങ്ങൾ നോക്കുകയാണെങ്കിൽ നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺ 5 ആണ്, ഫ്ലൂറിന്റെ വാലൻസ് ഇലക്ട്രോൺ 3 ആണ്.
ചാർജ് ഒന്നുമില്ല, ഡിവൈഡ് ബൈ 2 ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്കത് കിട്ടുന്നത് ഐ ഹോപ്പ് ഇറ്റ് ഈസ് 4. 4നെ ഞാൻ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ എന്ന രൂപേണെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് പിരമിഡൽ ഷേപ്പ്. ഓക്കെ, ആ പിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ല. പിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത് എന്തല്ല, സിമെട്രിക്കൽ ആയിട്ടുള്ള ഷേപ്പ് അല്ല. എന്നാൽ പ്ലാനാർ ഷേപ്പ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിട്ടുള്ള ഷേപ്പാണ്. ഇവിടെ ഡൈപോൾ മൊമെന്റ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ക്യാൻസൽ ആവുകയും ഇവിടെ ഡൈപോൾ മൊമെന്റ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ക്യാൻസൽ ആവാണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഒന്ന് പോളാറും ഒന്ന് നോൺ പോളാർ ആവുന്നത്. അതിനെ അത്രയും തോട്ട് പ്രോസസ്സിലേക്ക് പോവാണ്ട് ഒരു സിമ്പിൾ ഐഡിയയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ പെയർ ഉണ്ടെങ്കിൽ 0, ലോൺ പെയർ ഇല്ലെങ്കിൽ നോൺ 0 എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് സംസാരിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള എക്സാക്ട് റീസൺ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ റീസൺ വൈസ് തന്നെ എന്ത് ചെയ്യണം, ആൻസർ പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം. സോ BF3 ഒരു പ്ലാനാർ ഷേപ്പ് ആയതുകൊണ്ട്, എന്തുകൊണ്ടാണ് പ്ലാനാർ ആയ 3-0 ലോൺ 3 ബോണ്ട് പെയർ 0 ലോൺ പെയർ ആയതുകൊണ്ട്. NF3 ഒരു പിരമിഡൽ ആയ ഷേപ്പാണ്, എന്തുകൊണ്ട് അങ്ങനെ 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഷേപ്പിൽ വന്ന മാറ്റം. ഈ ഒരു കാരണത്താലാണ് അവരുടെ ഷേപ്പ് മാറിയത്. ആ ഒരു കാരണത്താലാണ് അവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയതും നോൺ 0 ആയതും. ഓക്കെ, പറഞ്ഞത് ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി ആർക്കാണ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതെന്നുള്ളത്, അതൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പൊതുവെ ഓർഗാനിക് കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ട്രാൻസ് അതുപോലെ പാരാ ഐസോമേഴ്സിന്, ട്രാൻസ് ഐസോമേഴ്സിനും പാരാ ഐസോമേഴ്സിനും, ട്രാൻസ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനും ഓപ്പോസിംഗ് ആയിട്ട് നിൽക്കുന്നില്ലേ, പാരാഐസോമർ എന്ന് പറഞ്ഞാലും ഒന്നൊന്നിനും ഓപ്പോസിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഇവർക്കൊക്കെ എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്രിസ്റ്റൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ആരുടെ, ട്രാൻസ് ഐസോമേഴ്സിന്റെയും പാരാഐസോമേഴ്സിന്റെയും ക്രിസ്റ്റൽ നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്തിട്ട് കിടക്കുന്നുണ്ടാവുക. ആ ക്രിസ്റ്റൽ ആയിട്ട് നിൽക്കുന്ന സോളിഡിനെ നിങ്ങൾ ഹീറ്റ് കൊടുത്ത് ബ്രേക്ക് ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റാൻ ആവശ്യമായ ടെമ്പറേച്ചർ എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് വരിക. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. The trans and para isomers have comparatively high symmetry in cross packing of their crystal, so they have high melting point. So without confusion, I'll prefer the para dichlorobenzene. Okay, അവർക്കായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ടായിരിക്കും. റെഡി, മുന്നോട്ടേക്ക് പോവാം. അക്കോർഡിംഗ് ടു ഫെജാൻസ് റൂൾ, നമ്മൾ മുന്നേ ചർച്ച ചെയ്ത പോയിന്റ് ആണ്, ഡയറക്ട്ലി പറഞ്ഞ ഫെജാൻസ് റൂളിന്റെ കംപ്ലീറ്റ് ഐഡിയ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫെജാൻസ് റൂൾ പറയുന്നത് കാറ്റോൺ ചെറുതായാൽ കോവാലന്റ് ക്യാരക്ടർ കൂടും, ആന്യൂൺ വലുതായാൽ കോവാലന്റ് ക്യാരക്ടർ കൂടും. സോ സ്മോൾ കാറ്റോൺ ആൻഡ് ലാർജ് ആന്യൂൺ അതായിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. ദ ട്രിപ്പിൾ ബോണ്ട് ഇൻ ഈഥൈൻ ഈസ് ഫോംഡ് ഫ്രം. ഈഥൈനിൽ ട്രിപ്പിൾ ബോണ്ട് എങ്ങനെ ഫോം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഒരു സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട് ഉണ്ടാകും അല്ലേ. അപ്പൊ നമ്മൾ VBTയിലെ വാലൻസ് ബോണ്ട് തിയറിയിലെ ഓവർലാപ്പിംഗ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. VSEPR തിയറിയുടെ കണക്ട് ചെയ്തിട്ടുള്ള ഡൈപോൾ മൊമെന്റിൽ നിന്ന് നമ്മൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്, VBT തിയറിയുടെ ഓവർലാപ്പിംഗ് കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലേ, ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് ഒരു സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട് ആണ്. സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് ഓവർലാപ്പും പൈ ബോണ്ട് എന്ന് പറയുന്നത് ലാറ്ററൽ ഓവർലാപ്പും ആയിരിക്കും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഇതിനെ ആൻസർ എടുക്കുകയാണെങ്കിൽ ഒരു സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട് എന്നുള്ള രൂപത്തിൽ എടുക്കാം. ഓക്കെ, ഫ്ലൂറിനിൽ എങ്ങനെയാ ബോണ്ട് ഫോം ചെയ്യുന്നതാണ്. ഫ്ലൂറിൻ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ് അല്ലെ, ഡയറ്റോമിക് മോളിക്യൂൾ. ഡയറ്റോമിക് മോളിക്യൂളിൽ ബോണ്ട് ഫോം ചെയ്യുന്നത് 2 അറ്റോമിക് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് പറയുന്നത്. പോളി അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ അറ്റോമിക് ഓർബിറ്റലും ഹൈബ്രിഡ് ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ 2 അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യാണ് എവിടെ, ഫ്ലൂറിനിൽ. അപ്പൊ ഫ്ലൂറിനിലെ അറ്റോമിക് ഓർബിറ്റൽ ഫോർ ദ ഓവർലാപ്പിംഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൂറിന്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 7 ആണ്. അത് 1s2 2s2 2p എന്താണ് മക്കളെ, 2p5 ആണ്. 2p5 ഇങ്ങനെ ഉണ്ടാവാം അല്ലെ. അപ്പൊ ഫ്ലൂറിന്റെ അകത്ത് ഒരു പി ഓർബിറ്റിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഒരു ഫ്ലൂറിന്റെ കേസാണ് പറഞ്ഞത്. എക്സാക്ട്ലി സെയിം ലൈക്ക് അടുത്ത ഫ്ലൂറിന് ഉണ്ടാവും. ഈ 2 ഫ്ലൂറിന്റെ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് വെച്ച് PP ഓവർലാപ്പിംഗ് ആണ് അവർ നടത്തുക. PP ഓവർലാപ്പിംഗ്. ഓക്കെ, SS അല്ല, പിന്നെ PP ഓവർലാപ്പിംഗ്. അങ്ങനെ അവരൊരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടാവുക. റെഡി, ഏത് ടൈപ്പ് ഓവർലാപ്പിംഗ് ആണ് പൈ ബോണ്ടിലേക്ക് ലീഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൈ ബോണ്ട് എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് അല്ല. എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ഫോം ചെയ്യുന്നത് എന്താണ്, സിഗ്മ ബോണ്ട് ആണ്. പൈ ബോണ്ട് ഫോം ചെയ്തത് ഏത് ടൈപ്പ് ഓവർലാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ്. സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഇറ്റ്സ് ഓൾസോ കോൾഡ് വാട്ട്, ആക്സിയൽ അല്ല, ലാറ്ററൽ ഓവർലാപ്പിംഗ്. ഓക്കെ, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്, സിഗ്മ ബോണ്ടിലേക്ക് നയിക്കുന്ന എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആക്സിയൽ ഓവർലാപ്പിംഗ്, ഹെഡ് ഓൺ ഓവർലാപ്പിംഗ്, ആക്സിയൽ ഓവർലാപ്പിംഗ്, ഹെഡ് ഓൺ ഓവർലാപ്പിംഗ്.
എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. അങ്ങനെ 3 പേരുകളാണുള്ളത്. പൈ ബോണ്ടിലേക്ക് നയിക്കുന്ന ഓവർലാപ്പിംഗ് നമ്മൾ വിളിക്കുന്ന പേരാണ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഓർ ലാറ്ററൽ ഓവർലാപ്പിംഗ്. അപ്പൊ 2 പി ഓർബിറ്റലുകൾ ലാറ്ററലി ഓവർലാപ്പ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ബോണ്ടിനെ പറയുന്ന പേരാണ് പൈ ബോണ്ട്. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. ദ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട് ഇൻ 1 ബ്യൂട്ടീൻ 3 ഐൻ അല്ലെ. അപ്പോ 4 കാർബൺ ഉള്ള ആളിൽ ഒന്നാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് ആണെന്നും മൂന്നാമത്തെ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെന്നാണ് അവർ പറയുന്നത്. ശരി, പറഞ്ഞോട്ടെ. ഇതിൻ്റെ അകത്തുള്ള സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ രൂപത്തിലൊക്കെ ആയിരിക്കലും ഉണ്ടാവുക അല്ലെ. CH2 ഡബിൾ ബോണ്ട് CH, C ട്രിപ്പിൾ ബോണ്ട് C. കറക്റ്റ് അല്ലേ? CH കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ ഇതിലുള്ള സിഗ്മ ബോണ്ട് പൈ ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സിഗ്മ 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 അല്ലെ. 3 5 7 പൈ 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 3 പൈ. അപ്പൊ 7 സിഗ്മയും 3 പൈയും ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് അല്ലടാ? 1 2 3 4 5 6 7 കറക്റ്റ് ആണ്. ഓക്കെ, ദ നമ്പർ ഓഫ് ബോണ്ട്സ് ഇൻ SO2. SO2ന്റെ സ്ട്രക്ചർ NCERT അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ SO2ന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മക്കളെ 2 ബോണ്ട് പേരും 0 ലോൺ പേരും വരുന്ന അല്ലേ. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ വരുന്നത്. സൾഫറിന്റെ അറ്റോമിക് വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. ഓക്സിജൻ എന്ന് പറയുന്നത് ബൈവാലന്റ് ആണ്, ചാർജ് ഒന്നുമില്ല, /2. അപ്പോൾ 3 ആണ് VSEP വരുന്നത്. ഇതിന് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 2 സറൗണ്ടിങ് ആറ്റം ഉള്ളതുകൊണ്ട് 2 ബോണ്ട് പേരും 1 ലോൺ പേരും ഉള്ളത് അല്ലേ. ശരിയാണ്, 2 ബോണ്ട് പേർ 1 ലോൺ പേർ. അപ്പൊ സൾഫറിൽ 2 ബോണ്ട് പേർ ഉണ്ട്, ഓക്സിജനിലേക്ക് 1 ലോൺ പേർ ഉണ്ട്. നിങ്ങൾക്കറിയാം ഓക്സിജൻ ബൈവാലന്റ് ആയതുകൊണ്ട് അത് ഡബിൾ ബോണ്ട് ആയിരിക്കും അല്ലേ. 2 ബോണ്ട് പേർ ഓക്സിജനിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്സിജൻ ബൈവാലന്റ് ആയതുകൊണ്ട് അത് ഡബിൾ ബോണ്ട് ആയിരിക്കും. അപ്പൊ ഇതാണ് SO2ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നിങ്ങളൊന്ന് ക്രോസ് ചെയ്ത് നോക്കണം മക്കളെ. അപ്പൊ 2 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതാ 1 ലോൺ പേർ. അപ്പൊ 2 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും 1 ലോൺ പേർ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. മുന്നോട്ടേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് പി പൈ ഡി പൈ ബോണ്ടിങ്? ആർക്കാണ് പി പൈ ഡി പൈ ബോണ്ടിങ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. പി പൈ ഡി പൈ ബോണ്ടിങ്. ഈ പി പൈ ഡി പൈ ബോണ്ടിങ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ആൾക്ക് ഡി ഓർബിറ്റൽ അവൈലബിൾ ആയിരിക്കണം. ഇവിടെ നോക്കി, ഇവിടെ നൈട്രജനും ഓക്സിജനും ആണുള്ളത്. നൈട്രജനും ഓക്സിജനും സെക്കൻഡ് പീരീഡ് എലമെന്റാ. സെക്കൻഡ് പീരീഡിലുള്ള ഒരു എലമെന്റ് ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ല. സെക്കൻഡ് പീരീഡിൽ എലമെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽ 1s ഓർബിറ്റൽ അവൈലബിൾ ആണ്, 2s ഓർബിറ്റൽ അവൈലബിൾ ആണ്, 2p ഓർബിറ്റൽ അവൈലബിൾ ആണ് അല്ലെ. 2s 2pയിൽ വരുമ്പോഴാണല്ലോ അയാൾ സെക്കൻഡ് പീരീഡ് എലമെന്റ് ആവുന്നത്. അപ്പൊ സെക്കൻഡ് പീരീഡ് എലമെന്റിന് അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽ എന്ന് പറയുന്നത് 2s ഉം 2p ഒക്കെയാണ്. ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ല. തേർഡ് പീരീഡിൽ ഒരു എലമെന്റ് വേക്കന്റ് ആയിട്ടുള്ള 3d ഓർബിറ്റൽ ഉണ്ടാവുന്നു. ഫോർത്ത് പീരീഡിൽ ഒരു എലമെന്റ് ഫിൽഡ് ആയിട്ടുള്ള 3d ഓർബിറ്റൽ ഉണ്ടാവുന്നൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് രണ്ടും സെക്കൻഡ് പീരീഡ് എലമെന്റാ. അപ്പോ അവരൊരു പൈ ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത് പി ഓർബിറ്റലും കൊണ്ടുള്ള പൈ ബോണ്ട് ആയിരിക്കും. അത് പി പൈ ബോണ്ട് ആയിരിക്കും. ഇനി ഇത് രണ്ടും സെക്കൻഡ് പീരീഡ് എലമെന്റാ. അപ്പൊ അവരൊരു പൈ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി CO3 മൈനസിന്റെ അകത്ത് 1 പൈ ബോണ്ട് 2 സിംഗിൾ ബോണ്ട് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. CO3 മൈനസിന്റെ സ്ട്രക്ചർ ഇങ്ങനെയൊക്കെ അല്ലേ പറയണത്. അപ്പോൾ ഇതിൽ ഇതൊരു പൈ ബോണ്ടാണ്. ഇത് ഏത് പൈ ബോണ്ടാണെന്ന് ഒരു സംശയം വേണ്ട. കാർബൺ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽ ഏതാണ്? പി ആണ്, 2p ആണ്. ഓക്സിജൻ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽ ഏതാണ്? 2p ആണ്. അപ്പൊ അവർ 2p ഓവർലാപ്പിംഗ് മാത്രമേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. വേറെ കാണിക്കാനുള്ള ഓപ്ഷൻ വരുന്നില്ല എന്നാ പറയണത്. ഇനി ഇതിന്റെ അകത്ത് വല്ല പൈ ബോണ്ട് ഉണ്ടെങ്കിൽ, ഇല്ല എന്നാണ് എന്റെ വിശ്വാസം, ഉണ്ടെങ്കിൽ BO3 മൈനസിന്റെ അകത്ത് പൈ ബോണ്ട് ഇല്ല എന്നാണ് തോന്നുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അത് 2π, അത് p ആയിരിക്കും. SO3 ഒരു ചാൻസ് ഉണ്ട് മക്കളെ. S എന്ന് പറയുന്നത് തേർഡ് പീരീഡ് എലമെന്റ് അല്ലേ. ഇവിടെ തേർഡ് പീരീഡ് എലമെന്റും സെക്കൻഡ് പീരീഡ് എലമെന്റും കൂടി ചേരുന്ന സമയത്ത് there is a chance for the pi bond formation definitely, and that pi bond formation may have a chance of what? Involvement of what? D orbital എന്ന് പറയാൻ പറ്റും. സോ വേറെ ഒരു ഓപ്ഷനും D orbital ഉള്ള ആളുകൾ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തെടുക്കാൻ പോവാണ്? SO3 മൈനസ് എടുക്കാൻ പോകും. ഓക്കെ, ഇതില് മോളിക്യൂൾ ഏതാണ് ലീനിയർ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. ലീനിയർ ആവണമെങ്കിൽ 2 ബോണ്ട് പേറും 0 ലോൺ പേറും വരണം. 2 ബോണ്ട് പേറും 0 ലോൺ പേറും. അപ്പോ നിങ്ങൾ ഇതിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? VSEP ബെറിലിയത്തിന്റെ ബാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 2 ഫ്ലൂറിൻ, ചാർജ് ഒന്നുമില്ല, /2. അപ്പൊ ആൻസർ എത്ര വന്ന്? 2. ആ 2ല് 2 സറൗണ്ടിങ് ആറ്റംസ് ഉണ്ട്, 2 ബോണ്ട് പേർ 0 ലോൺ പേർ. അതേപോലെ BeH2 എക്സാക്ട്ലി സെയിം ആ. ബെറിലിയം ഫ്ലൂറൈഡിന്റെ അതേപോലെയാണ് ബെറിലിയം ഹൈഡ്രൈഡ് വരുന്നുണ്ടാവുക. 2 വാലൻസ് ഇലക്ട്രോൺ ബെറിലിയത്തിന്റെ, 2 മോണോവാലൻ 0/2. ഇതിന് 2 ബോണ്ട് പേറും 0 ലോൺ പേർ ആയിട്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 2 ബോണ്ട് പേർ 0 ലോൺ പേർ. അപ്പൊ ഈ 3 ആളുകൾ ലീനിയർ ആണെന്ന് മനസ്സിലായി. വാട്ടർ ഞാൻ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. 2 ബോണ്ട് പേർ 2 ലോൺ പേർ.
വാട്ടർ എന്തായാലും ലീനിയർ അല്ല. വാട്ടറിന്റെ ഷേപ്പ് ബെൻഡ് വി ഷേപ്പ് ആംഗുലർ ആണ്. VSEP ആ തിയറിയിൽ നിന്നും നമ്മൾ VSEP കാൽക്കുലേറ്റ് ചെയ്ത് ബോണ്ട് പെയർ ലോൺ പെയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ആർക്കാണ് ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി. ശരി, ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി എനിക്ക് വേണ്ടേ. ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 3 ബോണ്ട് പെയറും 0 ലോൺ പെയറാണ് വേണ്ടത്. അപ്പൊ IF3 ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐഡിൻ 7 ആണ്. 3 ഫ്ലോറിൻ ചാർജ് ഇല്ല, ഡിവൈഡ് ബൈ 2 എനിക്ക് 5 കിട്ടി. 5ല് 3 ബോണ്ട് പെയർ 3 സറൗണ്ടിങ് ആറ്റം ഉള്ളതുകൊണ്ട് 2 ലോൺ പെയർ. അപ്പൊ ഇത് പറ്റൂല. PCl3 മക്കളെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോസ്ഫറസ് 5 ആണ്. 3 സറൗണ്ടിങ് ആറ്റംസ് ഉണ്ട്, ചാർജ് ഒന്നുമില്ല, ഡിവൈഡ് ബൈ 2 എനിക്ക് കിട്ടിയത് 4 ആണ്. 4ൽ എന്താ വരുന്നത്, 3 സറൗണ്ടിങ് ആറ്റം 3 ക്ലോറിൻ ഉണ്ട്, 1 ലോൺ പെയർ ബാക്കിയുണ്ടാവും. അപ്പൊ അതുമല്ല. NS3 ഞാൻ നോക്കുകയാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ 5 ആണ്. 5 + 3 സറൗണ്ടിങ് ആറ്റംസ് ഉണ്ട്, ചാർജ് ഇല്ല, ഡിവൈഡ് ബൈ 2 എത്ര വന്നു, 4. 4നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 3 ബോണ്ട് പെയറും 1 ലോൺ പെയർ ആയിട്ട് മാറും. BF3 ഞാൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, 3 ആണ് വാലൻസ് ഇലക്ട്രോൺ ബോറോണിന്റെ, 3 ആണ് ഫ്ലൂറിന്റെ. ഫ്ലൂറിൻ എന്ന് പറയുന്ന സറൗണ്ടിങ് ആറ്റംസ്, ചാർജ് ഒന്നുമില്ല, ഡിവൈഡ് ബൈ 2 ചെയ്താൽ 3 കിട്ടും. 3ന് നമ്മൾ 3 ബോണ്ട് പെയറും 0 ലോൺ പെയർ ആക്കി മാറ്റി. അപ്പോൾ BF3 ആണ് ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി തരുന്നത്. അപ്പൊ VSEP കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ അല്ലെ. ആ മെത്തേഡ് നല്ല വൃത്തിയിൽ അപ്ലൈ ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഡൈപോളോവിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഹൈബ്രിഡൈസേഷൻ അതിന്റെ അകത്ത് തന്നെ കിട്ടും. ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കിട്ടും. ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കിട്ടുക എന്നുള്ളത് മുന്നോട്ടേക്ക് പോകുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് 1ന്റെ അകത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പാർട്ട് 2ല് നമുക്ക് ഹൈബ്രിഡൈസേഷൻ കാണുന്നതും മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഇൻവോൾവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാനുണ്ട്. അപ്പോൾ VSEP ഫോർമുല നല്ല വൃത്തിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓരോ ബോണ്ട് പെയർ ലോൺ പെയറിനനുസരിച്ചുള്ള ജോമെട്രിക്കൽ ഷേപ്പ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വേണം നിങ്ങൾ പാർട്ട് 2 എന്ത് ചെയ്യാനായിട്ട്, കാണാനായിട്ട്. പാർട്ട് 2ല് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.